ഡിസ്നി കഴിഞ്ഞ ദിവസം സിനിമാകോൺ ഇവന്റിൽ പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഇൻഫിനിറ്റി വിഷൻ. സോ ബേസിക്കലി എന്താണ് ഇൻഫിനിറ്റി വിഷൻ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. സോ ബേസിക്കലി ഇൻഫിനിറ്റി വിഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയ ടെക്നോളജി ഒന്നുമല്ല. വാൾട്ട് ഡിസ്നി കമ്പനി തിയേറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. 3 ക്രൈറ്റീരിയയുടെ ബേസിലാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. നമ്പർ 1 എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തിയേറ്ററിന്റെ സ്ക്രീൻ 50 ഫീറ്റ് വൈഡർ ആയിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ലേസർ പ്രൊജക്ഷൻ ആയിരിക്കണം. അതുപോലെ മൂന്നാമത്തേന്ന് പറയുകയാണെങ്കിൽ 7.1 സൗണ്ട് സിസ്റ്റം ആയിരിക്കണം. സോ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ തിയേറ്റേഴ്സിന് മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഡിസ്നി എന്തിനാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നത്? ഡിസ്നി അവകാശപ്പെടുന്നത് ഫ്യൂച്ചറിൽ ഇറങ്ങാനുള്ള, അതായത് ഇനി അങ്ങോട്ട് ഇറങ്ങുന്ന ഡിസ്നിയുടെ മൂവീസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്നിയുടെ സർട്ടിഫിക്കേഷനുള്ള തിയേറ്ററിൽ പോകണം. ഇതാണ് അവർ അവകാശപ്പെടുന്നത്. ലൈക്ക് ഐമാക്സ് ഒക്കെ പറയുന്ന പോലെ. സോ ഇത് ബേസിക്കലി ഐമാക്സിന് ഒരു കോമ്പറ്റേറ്റർ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഐമാക്സിന് ഈ ഒരു ഇൻഫിനിറ്റി വിഷൻ ഒരു കോമ്പറ്റീഷൻ ആകുമോ ഇല്ലയോ? നമ്മുടെ നാട്ടിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ PVRന്റെ PXL സ്ക്രീന് അല്ലെങ്കിൽ FPQ സിനിമാസ് അതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരാൻ പോകുന്ന ഈ ഒരു സർട്ടിഫിക്കേഷനെ കിട്ടാൻ ചാൻസ് ഉള്ള തിയേറ്റേഴ്സ്. സോ ഈ ഒരു സംഭവത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.